വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. താമരശ്ശേരി ചുരം റോഡിന് സമാന്തര ബൈപ്പാസ് നിർമ്മിക്കണമെന്ന് വയനാട് ചുരം ബൈപ്പാസ് ആക്ഷൻ കമ്മിറ്റി. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ തൊഴിലാളി ഐക്യം തകർക്കാനാണ് കേന്ദ്ര സർക്കാരും BJPയും ശ്രമിക്കുന്നതെന്ന് CITU അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ കെ ഹേമലത. സംസ്ഥാന സുബ്രതോ കപ്പ് ടൂർണമെന്റ് ജേതാക്കളായ ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുമോദനം. തെരുവുനായ ശല്യത്തിനെതിരെ റെസിഡന്റ് അപ്പെക്സ് കൗൺസിലിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടി സെപ്റ്റംബർ 16-ന്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. താമരശ്ശേരി ചുരം റോഡിന് സമാന്തരമായി ബൈപ്പാസ് നിർമ്മിക്കുന്നതിനായി സമരം ശക്തമാക്കാനൊരുങ്ങുകയാണ് വയനാട് ചുരം ബൈപ്പാസ് ആക്ഷൻ കമ്മിറ്റി. ജനകീയ സമര ജാഥ സെപ്റ്റംബർ 16-ന് വയനാട് ജില്ലയിലും 17-ന് കോഴിക്കോട്ടും നടത്തും. വയനാട് ചുരം റോഡിലെ ഗതാഗത കുരുക്ക് പൂർണ്ണമായും ഇല്ലാതാക്കാനും കാലപ്പഴക്കം കൊണ്ട് നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന ചുരം റോഡിന്റെ കാലാകാല നിലനിൽപ്പിനും ഏക പരിഹാരമാർഗം ചുരം റോഡിന് നിർദ്ദിഷ്ട ബൈപ്പാസ് സാധ്യമാക്കുക എന്നത് മാത്രമാണെന്ന് വയനാട് ചുരം ബൈപ്പാസ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ചുരം 1-ാം വളവിന് മുകളിൽ തുഷാരഗിരി റോഡ് ആരംഭിക്കുന്ന നാഷണൽ ഹൈവേയിൽ നിന്നും തുടങ്ങി ചിപ്പിലിത്തോട് മരുതിലാവ് വഴി തളിപ്പുഴ നാഷണൽ ഹൈവേയിൽ എത്തുന്ന നിർദ്ദിഷ്ട ബൈപ്പാസിന് നിലവിലുള്ളതിനേക്കാൾ 1.5 കിലോമീറ്റർ ദൂരം കുറവാണ്. മരുതിലാവ് വനാതിർത്തി വരെ 5.400 കിലോമീറ്റർ പഞ്ചായത്ത് റോഡ് നിലവിലുണ്ട്. ലക്കിടി ഓറിയന്റൽ കോളേജ് ഭാഗത്തേക്ക് ചെറിയ ഭാഗം തുരങ്കം വഴിയോ എലവേറ്റഡ് ബ്രിഡ്ജായോ ബന്ധിപ്പിച്ചാൽ ഇതിലും എളുപ്പത്തിൽ ബൈപ്പാസ് സാധ്യമാക്കാമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം, സംസ്ഥാന സർക്കാരിന്റെ ഒരു സ്വപ്ന സാഫല്യം അല്ലെങ്കിൽ ഒരു വാഗ്ദാനമായിട്ടുള്ള തുരങ്കപാത ഇപ്പൊ തിരുവമ്പാടിയിൽ അതിന്റെ ശിലാസ്ഥാപനവും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതുപോലെ പൂഴിത്തോട് ഒരു ചുരമില്ല റോഡിനെ സംബന്ധിച്ചുള്ള സർവേ നടപടികൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നടന്നു വരുന്നതിന്റെ വാർത്തകളെല്ലാം മാധ്യമത്തിലും. അതും വളരെ സാധാരണമാണ്. കോഴിക്കോട് വയനാട് ജില്ലകളുടെ വികസനത്തിന് അല്ലെ വികസന കുതിപ്പിന് ഇത് വഴിയൊരുക്കും എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പുതിയ പാതകൾ വരുന്നത് ചുരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാവില്ല. അതിപ്പോ പല ആളുകളും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പുതിയ റോഡുകൾ വയനാട്ടിലേക്ക് വരുമ്പോൾ ചുരത്തിലെ പ്രശ്നം തീരും എന്നുള്ള രൂപത്തിൽ വളരെ ഈ പ്രശ്നത്തെ ലഘൂകരിച്ചുകൊണ്ടുള്ള ഒരു നടപടികളാണ് പല ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഞാനിപ്പോ താമരശ്ശേരിയിൽ നിന്ന് ഞങ്ങൾക്കിപ്പോ തുരങ്കപാത വഴി വയനാട്ടിലെത്തണമെങ്കിൽ 30 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് ഞങ്ങൾ ആനക്കാമ്പുയിൽ എത്തുക. ഈ ആനക്കാമ്പുയിൽ നിന്ന് ഞങ്ങള് കള്ളാടി എത്തിയിട്ട് മേപ്പാടി വരണമെങ്കിൽ അത്രയും ദൂരം തന്നെ വീണ്ടും സന്ദർശിച്ചു. അത് കഴിഞ്ഞ് കൽപ്പറ്റ എത്തുമ്പോഴത്തേക്ക് അതിലും നല്ലത് ഞങ്ങൾ താമരശ്ശേരിയിൽ നിന്ന് നടന്നു പോകുന്നതാണ് ഞങ്ങൾക്ക് ലാഭം. ചുരം ബൈപ്പാസ് റോഡ് സാധ്യമാക്കാൻ ജനകീയ സമര ജാഥ നടത്താനൊരുങ്ങുകയാണ് ബൈപ്പാസ് ആക്ഷൻ കമ്മിറ്റി. സെപ്റ്റംബർ 16-ന് സുൽത്താൻ ബത്തേരിയിൽ നിന്നും ആരംഭിക്കുന്ന ജനകീയ സമര ജാഥ വൈകിട്ട് വൈത്തിരിയിൽ സമാപിക്കും. സെപ്റ്റംബർ 17-ന് അടിവാരത്ത് നിന്നും ആരംഭിക്കുന്ന ജാഥ കോഴിക്കോട് കിഡ്സൺ കോർണറിൽ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ ചുരം ബൈപ്പാസ് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ VK ഹുസൈൻകുട്ടി, ജനറൽ കൺവീനർ TRO കുട്ടൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വയനാട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ജോർജിൻ T. ജോയ്, കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് PK ബാപ്പു ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തൊഴിലാളി ഐക്യം തകർക്കാനും മതത്തിന്റെയും ജാതിയുടെയും ഭാഷയുടെയും പേരിൽ ഭിന്നിപ്പുണ്ടാക്കാനുമാണ് കേന്ദ്ര സർക്കാരും BJPയും ശ്രമിക്കുന്നതെന്ന് CITU അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ കെ ഹേമലത. ഗസ്റ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വജ്ര ജൂബിലിയുടെ ഭാഗമായ വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വജ്ര ജൂബിലി വനിതാ കൺവെൻഷൻ കോഴിക്കോട്ട് നടന്നു.
CITU അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ കെ ഹേമലത ഉദ്ഘാടനം ചെയ്തു. ഫാക്ടറി നിയമം ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ തൊഴിലാളി ദ്രോഹ സമീപനമാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും കുത്തകകൾക്കു വേണ്ടിയാണ് കേന്ദ്രം നയം രൂപീകരിക്കുന്നതെന്നും അവർ പറഞ്ഞു. കേന്ദ്ര നയങ്ങൾക്കെതിരെ പോരാട്ടം ശക്തിപ്പെടുത്താൻ മുഴുവൻ തൊഴിലാളികളുടെയും ഐക്യം അനിവാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. Probably you may have seen the statement of the RSS chief Mohan Bhagwat. What he said is that to preserve the civilization, women have to bear at least three children. So that is women's responsibility to preserve the civilization, and women are mainly met. And not only now, this is the recent statement, but earlier also he made some statements that mainly women have to look after their family. Women's responsibility is to look after the family and to bring up sons, bring up children. That is their main responsibility. So that type of attitude is because those who are in power, I'm not going into the details, you might have seen the several statements, even including in the recent this Pahalgam, after the terrorist attack, the operation so-called Sindoor. പരിപാടിയിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ SR മോഹനചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സീമ എസ് നായർ, പി റജില, KP ഷീന, JL ലിജി, R രജിത എന്നിവരും സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി സ്ത്രീ പദവി, സ്ത്രീ സുരക്ഷ സെമിനാറും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാന സുബ്രതോ കപ്പ് ടൂർണമെന്റ് അണ്ടർ-17 വിഭാഗത്തിൽ ജേതാക്കളായ ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിന് അനുമോദനമൊരുക്കി. സ്പോർട്സ് ലേഖകൻ കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. ഫറൂഖ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആയിഷ സ്വപ്ന ഉപഹാരം സമർപ്പിച്ചു. ഡൽഹിയിൽ നടക്കുന്ന ദേശീയ സുബ്രതോ കപ്പ് ടൂർണമെന്റിൽ അണ്ടർ-17 വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന സംസ്ഥാന ചാമ്പ്യന്മാരായ ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനുള്ള യാത്രയയപ്പും കൂടിയായിരുന്നു അനുമോദന ചടങ്ങ്. സംസ്ഥാന സുബ്രതോ കപ്പിൽ തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂളിൽ നടന്ന ഫൈനലിൽ MIC മലപ്പുറത്തെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ കിരീടം നേടിയത്. ആദി കൃഷ്ണയാണ് 17-ാം മിനിറ്റിലും 42-ാം മിനിറ്റിലും സ്കോർ ചെയ്തത്. അണ്ടർ-17 വിഭാഗത്തിൽ 3-ാം തവണയാണ് സ്കൂൾ ടീം ട്രോഫി നേടുന്നത്. സ്പോർട്സ് ലേഖകൻ കമാൽ വരദൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഫുട്ബോൾ ഇപ്പോൾ ആദ്യം മാറിയിട്ടുണ്ട്. ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്നവർക്ക് അത് കൃത്യമായിട്ട് അറിയാം. നമ്മളെപ്പോഴും പറയാനുള്ള ഒരു കാര്യം 1956 നോക്കൂ എന്നാണ്. 1956 മെൽബൺ ഒളിമ്പിക്സിൽ സെമി ഫൈനൽ കളിച്ച ഒരു ടീമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അന്ന് ഒളിമ്പ്യൻ റഹ്മാൻ എന്ന് പറയുന്ന ഇതിഹാസം അദ്ദേഹം കോഴിക്കോടിന്റെ സംഭാവനയാണ്. അതിനുശേഷം നമുക്ക് ഫുട്ബോളിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് DDE ശിവദാസൻ K ടീമിന് പുതിയ ജേഴ്സി കൈമാറി. മാനേജർ K കുഞ്ഞലവി അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് VM മൊയ്തീൻ അനുമോദന പ്രസംഗം നടത്തി. ഫറൂഖ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആയിഷ സ്വപ്ന ഉപഹാര സമർപ്പണം നടത്തി. ഫറൂഖ് AEO ജീജ K, PTA പ്രസിഡന്റ് മെഹബൂബ് തയ്യിൽ, RUA പ്രിൻസിപ്പൽ ഡോക്ടർ ഷഹദ് ബിൻ അലി, ഗോകുലം FC CEO ഡോക്ടർ അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Milma ice cream, friends in nothing flavors. മനം പോലെ
Bobby Chamanur International Jeweler. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061112266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തെരുവ് നായ ശല്യത്തിനെതിരെ റെസിഡന്റ് അപ്പെക്സ് കൗൺസിൽ ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടി നടത്തുന്നു. സെപ്റ്റംബർ 16 കളക്ടറേറ്റിന് മുന്നിലാണ് പരിപാടി നടത്തുക. കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PC അജിത് കുമാർ ഉദ്ഘാടനം ചെയ്യും. അതുപോലെ ഇപ്പോൾ അടുത്ത കാലത്ത് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെടുകയുണ്ടായി. ഹൈക്കോടതിയിൽ കേസുകൾ നടക്കുകയുണ്ടാണ്. പക്ഷേ ചില സാങ്കേതികത്വത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ABC ആനിമൽ ബർത്ത് കൺട്രോൾ നിയമം, അതേപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ്, ഈ നിയമങ്ങളുടെ മറവിൽ അത് ആർക്കുമൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ കർശനമായ നടപടിയെടുക്കാൻ പറ്റാത്ത സ്ഥിതി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിന് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, വീടിനകത്ത് പോലും കയറി നായ കുട്ടികളെ പോലും കടിക്കുന്ന സ്ഥിതിവിശേഷം ഏറ്റവും ഗൗരവതരമായ സ്ഥിതിവിശേഷമാണ്. പക്ഷേ നമ്മുടെ പല സംഘടനകളും പല വിഷയങ്ങളിലും പ്രതികരിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന പല സംഘടനകളും ഈ കാര്യത്തിൽ അർത്ഥഗർഭമായ മൗനം പാലിക്കുകയാണ്. ABC ചട്ടങ്ങളിൽ അടിയന്തരമായി മാറ്റം വരുത്തണമെന്നും അക്രമകാരികളായ തെരുവു നായ്ക്കൾക്ക് ദയാവധം നൽകണമെന്നും തെരുവിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കളെ ഷെൽട്ടറിലേക്ക് മാറ്റി താമസിപ്പിക്കണമെന്നും തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ റെസിഡൻസ് അപ്പെക്സ് കൗൺസിൽ ഓഫ് കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ശ്രദ്ധ ക്ഷണിക്കൽ നടത്തുന്നത്. സെപ്റ്റംബർ 16 രാവിലെ 10:30 പ്രതിഷേധ പരിപാടി. കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PC അജിത് കുമാർ ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. റെസിഡന്റ് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ നേതാക്കൾ സംബന്ധിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് സിറ്റി സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് മുതലമട വെസ്റ്റ് ക്ഷീര വ്യവസായ സംഘത്തിന് തോട്ടത്തിലെ രവീന്ദ്രൻ MLA സമർപ്പിച്ചു. ബാങ്ക് വൈസ് ചെയർമാൻ K. ശ്രീനിവാസനിൽ നിന്നും സംഘം പ്രസിഡന്റ് MS ജോഷി ബഹുമതി പത്രം ഏറ്റുവാങ്ങി. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യന്റെ സ്മരണാർത്ഥം മലബാറിലെ ഏറ്റവും മികച്ച പാലുൽപാദക സഹകരണ സംഘത്തിന് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള 1 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡിന് പാലക്കാട് ജില്ലയിലെ മുതലമട ക്ഷീരവ്യവസായ സഹകരണ സംഘം അർഹരായി. ഡോക്ടർ വർഗീസ് കുര്യന്റെ 13ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ MLA തോട്ടത്തിൽ രവീന്ദ്രൻ അവാർഡ് ദാനം നിർവഹിച്ചു. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത എന്നാൽ ദൈനംദിന ജീവിതത്തിൽ നാം ഏറ്റവും അധികം ബന്ധപ്പെട്ടു കിടക്കുന്ന ക്ഷീരസംഘങ്ങളെ ആദരിക്കുന്ന കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ അനുകരണീയമാണെന്ന് MLA പറഞ്ഞു. ഇന്നിപ്പം ഈ സഹകരണ പ്രസ്ഥാനം ഇല്ലാത്തൊരു മേഖലയില്ല എന്നുള്ളത് അവസ്ഥ സകല മേഖലയിലേക്കും കടന്നു വന്നിട്ടില്ല. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പലതിൽ നിന്നും പല ചൂഷണങ്ങളിൽ നിന്നും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. അതുകൂടിയല്ല, സാമൂഹ്യമായുള്ള ഒരു ഉത്തരവാദിത്വം ഇതിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് കഴിഞ്ഞ 11 വർഷമായിട്ട് ഈ ഡോക്ടർ വർഗീസ് കുര്യനെ അറിയാത്ത ആരും ഒരു മലയാളി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിൽ തന്നെ എല്ലാവരും അറിയുന്നത് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ നൽകുന്ന അവാർഡ് ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന ക്ഷീര വ്യവസായ മേഖലയിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സംഘങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർ PA ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു. ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് A. ശിവദാസ് ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ വിശിഷ്ടാതിഥിയായ തോട്ടത്തിൽ രവീന്ദ്രൻ MLA ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് KP രാമചന്ദ്രൻ ആദരിച്ചു. മികച്ച ക്ഷീര ഉൽപാദക സഹകരണ സംഘത്തിനുള്ള ബഹുമതി പത്രം ബാങ്ക് വൈസ് ചെയർമാൻ K. ശ്രീനിവാസനിൽ നിന്നും സംഘം പ്രസിഡന്റ് MS ജോഷി സ്വീകരിച്ചു.
കോഴിക്കോട് ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ജിജ KM, കോഴിക്കോട് സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർ സുധീർ കുമാർ PP, അഡ്വക്കേറ്റ് M രാജൻ എന്നിവർ ആശംസകൾ നേർന്നു. ബാങ്ക് ജനറൽ മാനേജർ സായു ജെയിംസ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡോക്ടർ PA ലളിത അവാർഡ് പാലിയം ഇന്ത്യക്കും ഡോക്ടർ സുരേഷ് കുമാറിനും 1,00,000 രൂപ വീതമാണ് അവാർഡ് തുക. അവാർഡ് സമർപ്പണം പിന്നീട് നടക്കും. മലബാർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്ഥാപകയായ ഡോക്ടർ PA ലളിതയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ മികച്ച സാന്ത്വന പരിചരണത്തിനുള്ള പുരസ്കാരത്തിന് ഡോക്ടർ MR രാജഗോപാലിന്റെ സാരഥ്യത്തിലുള്ള പാലിയമിന്റെയും ഡോക്ടർ സുരേഷ് കുമാറും അർഹരായി. 1,00,000 രൂപ വീതമാണ് അവാർഡ് തുക. സാന്ത്വന പരിചരണ രംഗത്തെ മികച്ച സേവനത്തിനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ് CH സെന്ററിനു കീഴിൽ ഡോക്ടർ M അബ്ദുള്ള അമീർ അലി നേതൃത്വം നൽകുന്ന പൂക്കോയത്തങ്ങൾ ഹോസ്പിറ്റലിനാണ്. നമ്മൾ ഇത്തവണ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്കും അതേമാതിരി തന്നെ ഒരു സ്ഥാപനത്തിനും കൊടുക്കാം എന്നുള്ളതാണ്. മികച്ച സാന്ത്വന പരിചരണത്തിലുള്ള പുരസ്കാരത്തിന് ഡോക്ടർ സുരേഷ് സാറിനാണ് നമ്മൾ ഇത്തവണത്തെ അവാർഡ് നമ്മൾ കൊടുക്കാനായിട്ട് വിചാരിച്ചിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ പുരസ്കാരം എന്ന് പറയുന്നത് ഡോക്ടർ MR രാജഗോപാലൻ സാറിന് സാരഥ്യത്തിലുള്ള പാലിയം ഇന്ത്യക്കാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിലുള്ള മികച്ച സേവനത്തിലുള്ള ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് നമ്മൾ ഇത്തവണ കൊടുക്കുന്നുണ്ട്. അത് CH സെന്ററിന്റെ കീഴിൽ ഡോക്ടർ M അബ്ദുള്ള അമീർ അലി നേതൃത്വം നൽകുന്ന പൂക്കോയത്തങ്ങൾ ഹോസ്പിറ്റലിനാണ് അവാർഡ്. ഡോക്ടർ PA ലളിതയുടെ പേരിലുള്ള 4ാമത്തെ അവാർഡാണിത്. മികച്ച വനിതാ സംരംഭക, ഡോക്ടർമാരിലെ മികച്ച എഴുത്തുകാർ, മനസ്സലിവുള്ള ഡോക്ടർ എന്നീ മേഖലകളിലാണ് നേരത്തെ അവാർഡ് നൽകിയിരുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ മിലി മണി, A സജീവൻ, കമാൽ വരദൂർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ അവാർഡ് തുക 1,00,000 രൂപ വീതമായിട്ടാണ് നമ്മൾ അവാർഡ് കൊടുക്കാനായിട്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061122266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മനുഷ്യ മനസ്സുകളുടെ ഐക്യവും സ്നേഹവും സാഹോദര്യവും വിളിച്ചോതി പെരുവയലിൽ ഓണാഘോഷം. സംസ്കാര പെരുവയൽ സംഘടിപ്പിച്ച സൗഹൃദ വിരുന്നിൽ നാടൊന്നാകെ ഒരേ മനസ്സോടെ പങ്കെടുത്തു. കലാ, കായിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ കൂട്ടായ്മയായ സംസ്കാര പെരുവയൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് സൗഹൃദ വിരുന്ന് സംഘടിപ്പിച്ചു. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ഭേദങ്ങൾക്കും അതീതമായി പെരുവയലിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തു. നാടിന്റെ ഐക്യവും സൗഹൃദവും വർദ്ധിപ്പിക്കുന്നതായിരുന്നു പരിപാടി. ജാതിക്കോ മതത്തിനോ ഒന്നും തന്നെ യാതൊരു സ്ഥാനവുമില്ലാതെ നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവരെയും പ്രാപ്തരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എല്ലാവരെയും ഒരേ കുടക്കീഴിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സംസ്കാരം ഉണ്ടായത്. മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ സമൂഹത്തിന്റെ ഒരു സൗഹൃദം കൂട്ടിയുറപ്പിക്കുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയായിട്ട് ഇത് നിലനിൽക്കട്ടെ. എല്ലാവരും സൗകര്യം ഒക്കെ പരിഗണിച്ച് കുറച്ച് വൈകിട്ടാണെങ്കിലും ഒരു
ഓണ സൗഹൃദ വിരുന്ന് സമഭാവനയുടെയും സഹവർത്തിത്വത്തിന്റെയും ഓണസദ്യയും കലാപരിപാടികളും സൗഹൃദ വിരുന്നിന്റെ ഭാഗമായി നടന്നു. സംസ്കാര പെരുവയൽ പ്രസിഡന്റ് ബാബുരാജ് പാറമ്മൽ, സെക്രട്ടറി രാജീവ് DK, ശിവദാസൻ K, സുരേന്ദ്രൻ E, വിപിൻ AP എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം. കാൻഡൻ ട്രേഡ് ബ്രിഡ്ജ് 2025 കോഴിക്കോട്ട് നടന്നു. വ്യാപാര വ്യവസായ നേതാക്കൾ പങ്കെടുത്തു. കാൻഡൻ ഫെയർ ഉദ്യോഗസ്ഥരും ഓൺലൈനായി പരിപാടികളിൽ പങ്കാളികളായി. വ്യവസായ നേതാക്കളും വ്യാപാര സംഘടനകളും ആദ്യത്തെ കാൻഡൻ ട്രേഡ് ബ്രിഡ്ജ് 2025 പങ്കെടുത്തു. ലോകത്തിലെ ഏറ്റവും വലിയ ട്രേഡ് ഫെയറായ ചൈനയിലെ കാൻഡൻ ഫെയറിന്റെ സാധ്യതകൾ കണ്ടെത്താനുള്ള അപൂർവമായ വേദിയായിരുന്നു പരിപാടി. ചൈനയിൽ നിന്നുള്ള കാൻഡൻ ഫെയർ ഉദ്യോഗസ്ഥർ പരിപാടിയിൽ വെർച്വലായി പങ്കാളികളായി. ഇന്ത്യൻ കോൺസൽ ജനറലായിരുന്ന മുരളീധരൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ചൈന വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ സാഹചര്യങ്ങൾ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്ത്യൻ വ്യവസായികൾക്കുള്ള വിപുലമായ സാധ്യതകളും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രതിപാദിച്ചു. പാനൽ ചർച്ചകളിൽ IIM കോഴിക്കോട് പ്രതിനിധി പ്രൊഫസർ വിപിൻ, മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധി നിത്യ ആനന്ദ്, എക്സ്പോർട്ട് അസോസിയേഷന്റെ മുൻഷിദ് അലി, ആഷിഖ് അസോസിയേറ്റ്സിൽ നിന്നുള്ള ആഷിഖ് എന്നിവർ പങ്കെടുത്ത് സോഴ്സിംഗ്, നവീകരണം, ആഗോള വ്യാപാര പ്രവണതകൾ തുടങ്ങിയ വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. സിഹാൻ നൽകിയ അവതരണം ഇന്ത്യൻ വ്യവസായികൾക്ക് കാൻഡൻ ഫെയറിലേക്കുള്ള യാത്ര എങ്ങനെ കൂടുതൽ ഫലപ്രദമാക്കാമെന്ന് വ്യക്തമാക്കി. 138ാമത്തെ കാൻഡോൺ ഫെയർ ഈ വരുന്ന ഒക്ടോബർ 14 മുതൽ നവംബർ 4 വരെയാണ് നടക്കുന്നത്. ഫേസ് 1, ഫേസ് 2, ഫേസ് 3 എന്നീ 3 ഡിഫറെൻറ്റ് സെഷൻസിലായിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. സോ കേരളത്തിലെ മലബാറിലെ എല്ലാ ബിസിനസ് ഓൺട്രപ്രണേഴ്സിനെയും ഈ ഒരു കാൻഡോൺ ഫെയറിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്. ആഗോള വ്യാപാര അവസരത്തിലേക്കുള്ള ഒരു പാലമാണ് കാൻഡൻ ട്രേഡ് ബ്രിഡ്ജ് 2025 എന്നും കാൻഡൻ ഫെയർ ഉദ്യോഗസ്ഥരുടെ തുടർച്ചയായ സാന്നിധ്യം പരിപാടിക്ക് അന്താരാഷ്ട്ര മുഖമുദ്ര നൽകിയെന്നും പരിപാടിയുടെ മുഖ്യ സംഘാടകനായ ബഷീർ PK പറഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ 2024 സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് $116 ബില്യൺ ഇന്ത്യയിലേക്ക് ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ടെക്നോളജി മേഖലയിലാണെങ്കിലും മെഷീനറിയിലാണെങ്കിലും മറ്റ് ഫാർമസ്യൂട്ടിക്കൽ രംഗത്തൊക്കെ ആണെങ്കിലും ഇന്ത്യ അത്രത്തോളം, ഇന്ത്യയുടെ മൊത്തം ഇമ്പോർട്ടിൻ്റെ 16% ശരിക്ക് ചൈനയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ പല ആളുകൾക്കും ചൈനയിലേക്ക് എത്താനുള്ള ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഹഡിൽസ് ഒഴിവാക്കി ഇന്ത്യയിലെ ഓൺട്രപ്രണേഴ്സിനെ വളരെ ഈസി ആയിട്ട് ഇത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റി ആക്സസ് ചെയ്യാനുള്ള ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗോകെയർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചൈനയിൽ നിന്നുള്ള കാൻഡൻ ഫെയർ ഉദ്യോഗസ്ഥരുടെ മുഴുവൻ സമയ സാന്നിധ്യം, 150ലധികം വ്യാപാരികളുടെയും വ്യാപാര സംഘടനകളുടെയും വ്യവസായ നേതാക്കളുടെയും പങ്കാളിത്തം, സോഴ്സിംഗ്, നവീകരണം, ഭാവിയിലെ വ്യാപാര സാധ്യതകൾ എന്നിവയുമായി ബന്ധപ്പെട്ട പാനൽ ചർച്ചകൾ, കാൻഡൻ ഫെയർ യാത്രയെക്കുറിച്ചുള്ള സിഹാന്റെ പ്രായോഗിക മാർഗരേഖ, മലബാറും അതിലപ്പുറവും ഉൾപ്പെടെയുള്ള വ്യാപാര സമൂഹങ്ങൾ തമ്മിലുള്ള ശക്തമായ നെറ്റ്വർക്കിംഗ് എന്നിവയായിരുന്നു പരിപാടിയുടെ ഹൈലൈറ്റുകൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താമരശ്ശേരി ചുരം റോഡിന് സമാന്തര ബൈപ്പാസ് നിർമ്മിക്കണമെന്ന് വയനാട് ചുരം ബൈപ്പാസ് ആക്ഷൻ കമ്മിറ്റി. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ തൊഴിലാളി ഐക്യം തകർക്കാനാണ് കേന്ദ്ര സർക്കാരും BJPയും ശ്രമിക്കുന്നതെന്ന് CITU അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ K ഹേമലത. സംസ്ഥാന സുബ്രതോ കപ്പ് ടൂർണമെന്റ് ജേതാക്കളായ ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുമോദനം. തെരുവുനായ ശല്യത്തിനെതിരെ റെസിഡന്റ് അപ്പെക്സ് കൗൺസിലിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടി സെപ്റ്റംബർ 16-ന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.